ലോകായുക്തയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെയുള്ളത് 96 കേസുകൾ. 2011 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് 96 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ പീപ്പിളിന് ലഭിച്ചു. എന്നാൽ കേസുകൾ ഏതൊക്കെ മന്ത്രിമാർക്കെതിരെ എന്നത് ലോകായുക്ത നൽകിയില്ല. ഇത് സംബന്ധിച്ച വിവരാവകാശ അപേക്ഷ നൽകിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 96 കേസുകളാണ് ആകെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർക്കുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, എന്താണ് വിവരങ്ങൾ? സുരാജ്, 2011 മുതൽ 2016 വരെയുള്ള കാലയളവിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർക്കെതിരെ 96 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലോകായുക്തയിൽ. വിവരാവകാശ നിയമപ്രകാരം ലോകായുക്തയിൽ നിന്നും ലഭിച്ച വിശദാംശങ്ങളാണ് ഇത് ഉള്ളത്. എന്നാൽ ഏതൊക്കെ മന്ത്രിമാർക്കെതിരെ ഏതൊക്കെ കേസുകളാണ് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയത് തനിക്കെതിരെ കേസുകൾ ഒന്നുമില്ല, മന്ത്രിമാർക്കെതിരെയും കേസുകളില്ല, FIR ഇല്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത്. ലോകായുക്തയിൽ നിലനിൽക്കുന്ന കേസ് പലതും വിചാരണ ഘട്ടത്തിലോ അന്വേഷണ ഘട്ടത്തിലോ ഒക്കെയാണ്. അത് മറച്ചുവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ കാര്യങ്ങൾ പുറത്ത് പറയുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ അദ്ദേഹം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. പാറ്റൂർ ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെ വിജിലൻസ് ADGP ആയിരിക്കെ ജേക്കബ് തോമസ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടുമില്ല. ലോകായുക്തയുടെ തന്നെ നിർദ്ദേശപ്രകാരമായിരുന്നു വിജിലൻസ് അന്ന് റിപ്പോർട്ട് നൽകിയത്. അതോടൊപ്പം തന്നെ മന്ത്രി MK മുനീർ തന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ വേളയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ലോകായുക്തയിൽ 3 കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ലോകായുക്തയിൽ കേസുകൾ ഉണ്ട്. അത് അഴിമതി കേസുകളാണ്. പല കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം ലോകായുക്ത കഴിഞ്ഞ ദിവസം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. വകുപ്പ് മേധാവികൾ എന്നുള്ള നിലയിൽ പല കേസുകളും ഉണ്ടാവാം, അത് മന്ത്രിമാർക്കെതിരെ ഉള്ളതല്ല എന്നുള്ള വിശദീകരണവുമായി ലോകായുക്ത രംഗത്ത് എത്തിയിരുന്നു. മറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം ലോകായുക്തയിൽ 96 കേസുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിക്കും എതിരെ. സ്വാഭാവികമായും ഇത് വിചാരണ ഘട്ടത്തിൽ തന്നെയാണ് ഈ കേസുകൾ ഉള്ളത് എന്നതും വ്യക്തമാകുന്നു. സുരാജ്, KG ദിനകരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏകീകൃത പൊതുപ്രവേശന പരീക്ഷയിൽ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷ സുപ്രീംകോടതി തള്ളി. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നൽകിയ അപേക്ഷയാണ് തള്ളിയത്. അതേസമയം സുപ്രീംകോടതി വിധിക്കെതിരെ കേരളം അപ്പീൽ നൽകില്ല. പകരം വിധിയിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് കേരളം ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ നൽകും. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, പറയും. സുരാജ്, MBBS BDS പ്രവേശനത്തിനായി ദേശീയ പൊതുപ്രവേശന പരീക്ഷയായ നീറ്റ് നടത്താനുള്ള ഉത്തരവിൽ മാറ്റമില്ലെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അല്പസമയം മുമ്പ് വീണ്ടും വ്യക്തമാക്കി. നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ആദ്യഘട്ട പ്രവേശന പരീക്ഷ നാളെ തന്നെ നടക്കും. രണ്ടാം ഘട്ടം ജൂൺ 24-നും. ഈ ഉത്തരവ് പുനഃപരിശോധിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചത്. നാളത്തെ പ്രവേശന പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇന്ന് സുപ്രീംകോടതിയെ സമീപിച്ചത്. CBSE സിലബസും സംസ്ഥാന സിലബസും രണ്ടാണ്. അതിനാൽ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാകാനായി പഠനം ഇനിയും പൂർത്തിയാക്കാനുണ്ട്. കൂടുതൽ സമയം ഇതിനായി അനുവദിക്കണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്നാൽ നാളത്തെ പരീക്ഷ നേരത്തെ നിശ്ചയിച്ചതാണെന്ന് ചൂണ്ടിക്കാണിച്ച ചീഫ് ജസ്റ്റിസ് ഈ ആവശ്യം തള്ളി. നേരത്തെ തന്നെ ഇതേ ആവശ്യം ഉന്നയിച്ച കേന്ദ്ര സർക്കാരും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നതാണ്, പക്ഷെ അത് അംഗീകരിച്ചില്ല. എന്തായാലും പുതിയ സാഹചര്യത്തിൽ പൊതുപ്രവേശന പരീക്ഷ നടത്താനുള്ള സുപ്രീംകോടതി ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ടതില്ലെന്നാണ് ഇപ്പോൾ കേരളം തീരുമാനിച്ചിരിക്കുന്നത്. പകരം ഉത്തരവിൽ വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകും. കേരളം നേരത്തെ നടത്തിയ പരീക്ഷ അംഗീകരിക്കണമെന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെടും. മെയ് 3-ന് ഭരണഘടനാ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോഴാകും കേരളം ഈ ആവശ്യവുമായി സമീപിക്കുക. സുരാജ്, ശരി. സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. അബ്ദുള്ളക്കുട്ടി, PK ജയലക്ഷ്മി എന്നിവരുടെ പട്ടികയിൽ പിഴവുണ്ടെന്നാണ് സൂചന. മറ്റന്നാളാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, ചില സ്ഥാനാർത്ഥികളുടെയെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിൽ നാമനിർദ്ദേശ പത്രികയിൽ പിഴവുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ പിഴവുകളാണ്, ആരൊക്കെയാണവർ? സുരരാജ്, ഇപ്പോൾ ഏതായാലും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വിവിധ കേന്ദ്രങ്ങളിലായി അതാത് വരണാധികാരികൾക്ക് മുന്നിൽ തുടരുക തന്നെയാണ്. ഇതിൽ ചിലയിടങ്ങളിലാണ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയ്ക്കെതിരെ പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന K മുരളീധരന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കെതിരെ BJP പ്രവർത്തകർ പരാതി നൽകിയിരുന്നു. അദ്ദേഹം ജനപ്രിയയിൽ നിന്നും ജനപ്രിയയുടെ ഓഹരിയിൽ നിന്നും 2 കോടിയിലധികം രൂപയുടെ വായ്പ എടുത്തിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് മറച്ചുവെച്ചു
വെച്ചുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത് എന്നായിരുന്നു അവരുടെ ആരോപണം. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവില്ലാത്ത പശ്ചാത്തലത്തിൽ BJPയുടെ പരാതി വരണാധികാരി തള്ളുകയായിരുന്നു. ചിലയിടങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും ഡമ്മി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിട്ടുണ്ട്. മറ്റൊന്ന് PK ജയലക്ഷ്മിയുടെ കാര്യമാണ്. PK ജയലക്ഷ്മിയുടെ കാര്യത്തിലും KB ഗണേഷ് കുമാറിന്റെ കാര്യത്തിലും വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. ഇതിലും വ്യക്തമായ സൂക്ഷ്മ പരിശോധന വരണാധികാരി നടത്തുന്നതായിരിക്കും. മറ്റൊന്ന് AP അബ്ദുള്ളക്കുട്ടി, അതോടൊപ്പം തന്നെ KK ഷാജു തുടങ്ങിയവരുടെ നാമനിർദ്ദേശ പത്രികയിലെ പിഴവുകളാണ്. ഏതായാലും ഇതിലെല്ലാം വ്യക്തമായ പരിശോധന നടത്തിയ ശേഷമാകും അവരുടെ പത്രികകൾ തള്ളണമോ അതോ സ്വീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക. മിക്കയിടത്തും പ്രമുഖ സ്ഥാനാർത്ഥികളുടെ എല്ലാ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വൈകിട്ട് 5 മണി വരെയാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. 5 മണിക്ക് ശേഷം മാത്രമാകും ആരുടെയൊക്കെ പത്രികകൾ തള്ളിയെന്നും പത്രികകൾ സ്വീകരിച്ചു എന്നുള്ളതിലും ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭ്യമാവുക. ഏതായാലും ചിലയിടങ്ങളിൽ വിമത സ്ഥാനാർത്ഥികളുടെ ശല്യം അതും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. എന്നാൽ മെയ് 2 നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട അവസാന തീയതി. അതുകൊണ്ട് അന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷം മാത്രമേ നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികളാകും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം ലഭ്യമാകുക. സുരരാജ്. ശരി, ഷീജയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 5 വർഷത്തെ UDF ഭരണം ജനം മടുത്തെന്നും ഇടതുപക്ഷം വൻ ഭൂരിപക്ഷം നേടുമെന്നും യെച്ചൂരി നെടുമ്പാശ്ശേരിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് സീതാറാം യെച്ചൂരി കേരളത്തിലെത്തിയത്. Next government, LDF will form. The reason is what we have seen for the last 5 years, something which was ക്ഷമിക്കണം, ചില സാങ്കേതിക പ്രശ്നങ്ങൾ. മറ്റൊരു വാർത്തയിലേക്ക്. VS-നെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആക്രമണത്തിനുള്ള ആഹ്വാനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാകണമെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാനത്ത് BJP കോൺഗ്രസ് കൂട്ടുകെട്ടാണ് നടക്കുന്നതെന്നും കോടിയേരി കോഴിക്കോട്ട് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നത് തുടർന്നാൽ ജനങ്ങൾ ഇടപെടുമെന്നാണ്. അതിൻ്റെ അർത്ഥം ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കന്മാർക്കുമെതിരെ ജനങ്ങൾ ഇടപെടണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് ഒരാക്രമണത്തിനുള്ള ആഹ്വാനമാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വിമർശിക്കുന്നവരെ ആക്രമിക്കണമെന്നുള്ള ആഹ്വാനമാണ് ഇന്നലെ മുഖ്യമന്ത്രി പരസ്യമായി പുറപ്പെടുവിച്ചിട്ടുള്ള ഈ നിലപാട്. ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഒരിക്കലും അങ്ങനത്തെ ഒരു നിലപാട് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അദ്ദേഹം ഇന്ന് ഇലക്ഷൻ രംഗത്ത് പരാജയം ഉറപ്പായതോടുകൂടി പരിഭ്രാന്തനായ ഉമ്മൻചാണ്ടിയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ കൂടി കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ UDFകാർ പലയിടത്തും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി മമ്പറം ദിവാകരന്റെ സൂക്ഷ്മ പരിശോധന പരാതിയെ തുടർന്ന് 1 മണിയിലേക്ക് മാറ്റി. വിശദാംശങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, പറയൂ. മമ്പറത്തെ UDF സ്ഥാനാർത്ഥി ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി മമ്പറം ദിവാകരന്റെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മ പരിശോധന നീട്ടിവെച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പ് നോമിനേഷന്റെ കൂടെ സത്യവാങ്മൂലം ഫോം നമ്പർ 26A 26B എന്നിവ ഹാജരാക്കേണ്ടതുണ്ട്. ഒന്നിച്ച് ഫയൽ ചെയ്യാതെ സത്യവാങ്മൂലത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലവും ആസ്തി ബാധ്യത, വയസ്സ്, ക്വാളിഫിക്കേഷൻ എന്നിവ ഒന്നിച്ച് ഫയൽ ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ മമ്പറം ദിവാകരനെ സംബന്ധിച്ചിടത്തോളം മുൻപ് കൊലപാതക കേസിൽ പ്രതിയായിരുന്നു. 1976 ജൂൺ 5 പിണറായി പന്തക്കപ്പാറ ദിനേശ് ബീഡി കമ്പനി തകർത്ത് കൊളങ്ങരേത്ത് രാഘവനെ വെട്ടിക്കൊന്ന കേസിൽ CPIM പ്രവർത്തകൻ കൊളങ്ങരേത്ത് രാഘവനെ വെട്ടിക്കൊന്ന കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നു. അതിനുശേഷം കോടതി ശിക്ഷ 7 വർഷക്കാലത്തോളം കോടതി ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കൊലപാതക കേസിൽ പ്രതിയാണ് എന്നുള്ള സത്യവാങ്മൂലം അദ്ദേഹം നേരിട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുള്ള കാരണത്താലാണ് നീട്ടിവെച്ചിരിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ, അതായത് നൽകിയ സത്യവാങ്മൂലം ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ റിജക്ട് ചെയ്യാനുള്ള അധികാരം റിട്ടേണിംഗ് ഓഫീസർക്കുണ്ട്. 2011-2015 സുപ്രീം കോടതി വിധി പ്രകാരം ഇത്തരത്തിലുള്ള ഇൻകംപ്ലീറ്റ് ആയ സത്യവാങ്മൂലം റിജക്ട് ചെയ്യാനുള്ള അധികാരം റിട്ടേണിംഗ് ഓഫീസർക്കുണ്ട്. അതുപ്രകാരം സൂക്ഷ്മ പരിശോധന അല്പസമയത്തേക്ക്, അതായത് ഏകദേശം 1 മണിയോടുകൂടി സൂക്ഷ്മ പരിശോധന നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, ജോഷ്ലിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.